പുറത്ത് ഇന്നും മലയാള സിനിമയ്ക്ക് സ്ഥിരം ഡ്രൈവർമാരുണ്ട്. മുൻപ് മലയാള ചലച്ചിത്ര പ്രവർത്തനങ്ങളുടെ ആസ്ഥാനം ചെന്നൈ ആയിരുന്നപ്പോൾ സിനിമാ ഡ്രൈവർമാരായി പ്രവർത്തിച്ച ചിലരുണ്ട്. ഇന്ന് അവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. 1970-കൾ മുതൽ മലയാള സിനിമയ്ക്ക് വേണ്ടി ചെന്നൈയിൽ വണ്ടി ഓടിക്കുന്ന ശ്രീ PD ജോൺ 1966-68 പ്രീ ഡിഗ്രിക്ക് ശാസ്താംകോട്ട കോളേജിൽ പഠിക്കുകയാണ്. 69-70 ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ മദ്രാസിൽ വന്നാൽ ഒരു നല്ല ജോലി കിട്ടും. അപ്പോൾ അളിയൻ മദ്രാസിലാണ്. അളിയൻ്റെ കൂടെ വന്നാൽ എന്തെങ്കിലും ജോലി കിട്ടുമെന്നുള്ളത് പഠിപ്പിനെ പറ്റി കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റാതെ പോയി. മദ്രാസ് വന്നപ്പോഴാണ് അറിയുന്നത് ഇവിടെ നമുക്ക് ശരിയായ ജോലി കിട്ടത്തില്ലെന്ന്. അളിയൻ ഡ്രൈവർ ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഞാനും ഡ്രൈവറായി. അവിടെ നിന്ന് ശേഷം ഈ ടാക്സി ഓടിച്ചുകൊണ്ട് പോകുന്ന കൂട്ടത്തിൽ അന്നത്തെ മലയാള ഫീൽഡിലെ ഒരു നല്ല മാനേജർ ഉണ്ടായിരുന്നു, KR ഷൺമുഖം എന്ന് പറയും. അയാളോട്ട് പരിചയപ്പെടാൻ സാധിച്ചപ്പോൾ സിനിമാ ഫീൽഡിൽ എൻട്രി ആയി. പക്ഷേ അയാൾ ഒരു നല്ലവനായതുകൊണ്ടും സത്യസന്ധതയും കൃത്യനിഷ്ഠയുള്ള ഒരു മനുഷ്യനായതുകൊണ്ട് അയാളുടെ കൂടെ നമ്മളൊരു 20 വർഷം പണിയാൻ പറ്റുകയും വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കാൻ സാധിക്കുകയും ചെയ്തു. മലയാളത്തിലുള്ള എല്ലാ ഡയറക്ടറെയും എല്ലാ നല്ല കമ്പനികളും വർക്ക് ചെയ്യാൻ സാധിച്ച ഒരു ഡ്രൈവറാണ് ഞാൻ. അവസരം എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് നമ്മുടെ ജൂനിയർ ആർട്ടിസ്റ്റിനെ കേരളത്തിൽ കിട്ടുക എന്നുള്ളത് പ്രയാസമാണ്. സിനിമയിൽ അഭിനയിക്കാനും ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ജൂനിയർ ആർട്ടിസ്റ്റിനെ കിട്ടാൻ പ്രയാസമാണ്. ആ സമയത്ത് പെട്ടെന്ന് ഡയറക്ടർ അന്വേഷിക്കും, ജോൺ എന്ത് ചെയ്യും? ഒരു പോലീസിൻ്റെ വേഷമോ ഒരു തൊഴിലാളിയുടെ വേഷമോ ഒരു ഡ്രൈവറുടെ വേഷമോ ആണെങ്കിൽ ഉടനെ ജോണിനെ വിളിക്കും. അങ്ങനെ ഒരു 10-15-20 പടങ്ങളിൽ അഭിനയിക്കാനുള്ള സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. മലയാള സിനിമയുടെ പരിവർത്തനത്തിൻ്റെ നാൾവഴികളിലൂടെയാണ് ജോണിൻ്റെ അംബാസിഡർ കാർ ഓടിയത്. കോടമ്പക്കത്തെയും വടപളനിയിലെയും തെരുവുകളിലൂടെ നമ്മുടെ സിനിമയുടെ നിരവധി തലമുറകളെയാണ് ഈ ചാലകൻ തൻ്റെ വണ്ടിയിൽ കൊണ്ടുപോയത്. മലയാള സിനിമയിൽ 3 തലമുറയ്ക്ക് വണ്ടി ഓടിച്ചത് മിക്കവാറും ഞാൻ മാത്രമേ കാണത്തുള്ളൂ. കൊട്ടാരക്കര ശ്രീധരൻ നായർ, സായികുമാർ, വിനുമോഹൻ, അങ്ങനെ 3 തലമുറയ്ക്ക് വണ്ടി ഓടിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ഡയറക്ടറുടെ കൂട്ടത്തിലും 3 തലമുറയ്ക്കുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഭരൻ സാറ്, കമൽ സാറ്, അങ്ങനെ 3 തലമുറയ്ക്കുള്ള വണ്ടി ഓടിക്കാനുള്ള മിക്കവാറും ഞാൻ മാത്രമേ ഉള്ളതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് നമുക്കൊരു 30 ദിവസം ജോലി ചെയ്യാമെന്നുള്ള ഒരു കണ്ടീഷനൊന്നുമില്ല. അങ്ങേറ്റമേ 15 ദിവസം 20 ദിവസത്തെ ജോലി ഒരാളിൽ നിന്ന് കിട്ടുന്നുള്ളൂ. പിന്നെ ബാക്കിയുള്ള ആനുകൂല്യങ്ങളൊന്നും ഇല്ലല്ലോ. ചെയ്യുന്ന ദിവസത്തെ ജോലി ശമ്പളം മാത്രമേ ഉള്ളല്ലോ. അടുത്ത ദിവസത്തേക്ക് നമുക്ക് ആ കമ്പനിയിൽ നിന്നൊന്നും പടം ഓടിയാലും ഇല്ലെങ്കിലും നമുക്ക് അതിൽ നിന്ന് യാതൊരു വരുമാനവും ഇല്ല. അതാണ് വേറൊരു കുഴപ്പം. ആവറേജ് ഇപ്പോൾ റജിയൊക്കെ ഒരു വർഷം എത്ര സിനിമകൾ വർക്ക് ചെയ്തിട്ടുണ്ട്? ഒരു 4 സിനിമ വരെയൊക്കെയാണ് ഒരു മാക്സിമം ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ചിലപ്പോൾ ഒരു ചെറിയ വ്യത്യാസം വരാം. അത് നമ്മളൊരു പടം തീർന്നതിന് ശേഷം അടുത്ത പടം ജോയിൻ ചെയ്യാൻ പാടില്ല. അതാണ് ഇപ്പോൾ യൂണിയൻ്റെ നിയമം. അപ്പോൾ ചിലപ്പോൾ തീരുന്നതിന് 2 ദിവസം മുൻപാടായിരിക്കും വേറെ പടം തുടങ്ങുന്നത്. അതിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ട വരും. 10 ദിവസം 15 ദിവസം ഗ്യാപ്പ് വരും. ചിലപ്പോൾ നമ്മുടെ ലക്കാണെന്നുണ്ടെങ്കിൽ തീരുന്നതിൻ്റെ പിറ്റേ ദിവസമായിരിക്കും അടുത്ത പടം. അങ്ങനെ ഓടിയിട്ടുണ്ട്. അപ്പോൾ ഈ വീട്ടിൽ പോവുക, കുടുംബാംഗങ്ങളായിട്ടൊക്കെ തുടർച്ചയായിട്ടുള്ള വർക്ക് ഇടയിൽ ഇപ്പം മറ്റാളുകൾക്ക് പോകാൻ പറ്റുന്നത് പോലെ ഇടയ്ക്ക് പോകാൻ പറ്റില്ലല്ലോ. ഇല്ല, അത് പറ്റില്ല. ഇപ്പോൾ ഇതിലുള്ള ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ വിശേഷ ദിവസങ്ങൾ, ഓണം, ക്രിസ്മസ്, അങ്ങനെയുള്ള വിശേഷ ദിവസം നമുക്ക് പ്രത്യേകിച്ച് പോകാൻ പറ്റില്ല. അതാണ് മെയിനായിട്ട് വിഷയം. അല്ലാത്ത സമയത്ത് നമുക്ക് യൂണിയനിലുള്ള തന്നെ ബാക്കിയുള്ള മെമ്പർമാരെ ആശ്രയിക്കാം. 2 ദിവസം എമർജൻസിയാണ്, വീട്ടിൽ നിന്നൊരു കോൾ വരാണ്, ആർക്കെങ്കിലും എന്നോ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് അവരെ 2 ഗ്യാപ്പിന് കയറ്റിയിട്ട് പോകാം, വീട്ടിൽ പോകാൻ, കാര്യമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. പിന്നെ മാക്സിമം കുറച്ച് ലിമിറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റത്തുള്ളൂ, അത്രയേ ഉള്ളൂ. പിന്നെ വർക്കിൻ്റെ ഗ്യാപ്പ് വരികയാണെങ്കിൽ അപ്പോഴും നിൽക്കാം. ഡ്രൈവിംഗ് പഠിച്ചതിന് ശേഷം നേരെ സിനിമയിലേക്ക് വരുമായിരുന്നു, അത് അതിന് മുമ്പ് വേറെ ഓടിയിരുന്നു? അല്ല, കൊച്ചിയിൽ ഞാൻ ജനിച്ചു വളർന്ന സമയത്തിൽ വീട്ടിൽ വണ്ടിയുണ്ട്. അപ്പോൾ അത് കാരണം ഡ്രൈവിംഗ് വളരെ ചെറുത് തന്നെ പഠിച്ച് അങ്ങനെ പിന്നെ പ്രീ ഡിഗ്രി കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞ് അങ്ങനെ നിൽക്കുന്ന സമയത്ത് വെറുതെ നിന്ന സമയത്ത് ഒരു രസത്തിന് പറഞ്ഞതിന് ഷൂട്ടിംഗ് ഉണ്ട്, അപ്പോൾ പോകാമോ? അപ്പോൾ സിനിമയെന്ന് പറഞ്ഞപ്പോൾ ഈ എല്ലാവർക്കും പോലെ എനിക്കും ഒരു ആകാംക്ഷ, അങ്ങനെ എനിക്കൊന്ന് പൊയ്ക്കളയാം എന്ന്. അന്ന് യൂണിയനൊന്നും സ്റ്റാർട്ടായിട്ടില്ല. അപ്പോൾ പോയി ആ പടമൊക്കെ ചെയ്തപ്പോൾ ആർട്ടിസ്റ്റിനെ കണ്ടു. അങ്ങനെ ആ ഒരു ഇതിൽ ഒരുപാട് കമ്പനിയായി, സിനിമയ്ക്കകത്ത് നല്ല കമ്പനിയായി. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴേക്കും ഒരുപാട് ഈ ഫ്രണ്ട്സായി എന്ന് തന്നെ പറയാം. അവർ വിളിക്കും, ഇന്ന വർക്കുണ്ട് പോരുന്നുണ്ടോയെന്ന്. അങ്ങനെ അങ്ങ് പോയി, അങ്ങനെ ഇതിലായി. ഏത് വർഷമാണ് വന്നത് സിനിമയിൽ? ഞാൻ 99. പിന്നെ തുടർച്ചയായിട്ട്. നാട് എവിടെയാണ്? നാട് തിരുവനന്തപുരം പുന്നയ്ക്കാമോൾ എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മള് പെരുമ്പാവൂർ. എങ്ങനെയാണ് വരുന്നത് സിനിമയിലേക്ക് വന്ന്? അതിന് മുമ്പ് ടൂറിസ്റ്റ് വണ്ടി ഓടിച്ചിരുന്നു? പെരുമ്പാവൂർ ഓടിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു സിനിമയിലേക്ക് ഒരു ഡ്രൈവറെ വിളിക്കുന്നത്? അത് എങ്ങനെയാണ്? ഇവിടെ ഒരു സിനിമ തുടങ്ങുമ്പോൾ ഇത്ര പേരെ വേണമെന്ന് പറയുകയാണോ, അതോ പേഴ്സണൽ ബന്ധത്തിന്റെ പേരിൽ ഓരോരുത്തരെ വിളിക്കുകയും അങ്ങനെയാണോ? അത് സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ അതിന്റെ കൺട്രോളർക്കോ ഇഷ്ടമുള്ള അല്ലെങ്കിൽ അവരുമായിട്ടൊരു ബന്ധമുള്ളതും അവർക്ക് വിശ്വാസമുള്ളതായിട്ടുള്ള ആൾക്കാരെ അവർ വിളിക്കാറുണ്ട്. അതിന് പുറമെ അവർ ഇവിടെ വിളിച്ചിട്ട് ഇത്ര വണ്ടി വേണമെന്നല്ലെങ്കിൽ ഇത്ര ഡ്രൈവർമാരെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിയനിൽ നിന്ന് അപ്പം തന്നെ അത്
അറേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. വളരെ അപൂർവമാണ് യൂണിയനിലോട്ട് വിളിക്കുന്നത്. കൂടുതലും അവർ പേഴ്സണൽ ബന്ധം വെച്ചിട്ട് തന്നെയാണ് വിളിക്കാറുള്ളത്.